തൃച്ചി ഈസ്റ്റിൽ DMK സ്ഥാനാർത്ഥിയായി MK സ്റ്റാലിൻ മത്സരിക്കുമെന്ന അഭ്യൂഹം. വിജയ് ഒഴിഞ്ഞ സീറ്റിൽ ഉടൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. MK സ്റ്റാലിൻ ഉടൻ നിയമസഭയിലെത്തുമെന്ന് DMK നേതാവ് KN നെഹ്റു പറഞ്ഞു. അതിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ ഉറ്റുനോക്കപ്പെടുന്ന പോരാട്ടം നടക്കുമോ തൃച്ചിയിൽ? തൃച്ചിയിൽ ആരാകും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ DMK സ്ഥാനാർത്ഥിയായി മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എത്തുമെന്ന അഭ്യൂഹം പരക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയായത് സ്റ്റാലിൻ ഉടൻ നിയമസഭയിൽ എത്തും, ഉടൻ തന്നെ നേതൃസ്ഥാനം, നിയമസഭാ കക്ഷിയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കും എന്ന് DMK നേതാവ് സ്റ്റാലിന്റെ അടുത്ത അനുയായി കൂടിയായ MLA KN നെഹ്റു പറഞ്ഞതാണ് ഇപ്പോൾ ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഇതിനുള്ള സാധ്യത കുറവാണ് എന്ന ചർച്ചകളുമുണ്ട്. ഈ സഖ്യം തന്നെ ഇല്ലാതായിരിക്കെ DMK അങ്ങനെ ഒരു സാഹസത്തിന് മുതിരുമോ എന്ന ചോദ്യമുണ്ട്. ഏതായാലും ട്രിച്ചി ഈസ്റ്റിൽ വിജയാണ് മത്സരിച്ച് ജയിച്ചിരുന്നത്, പേരമ്പൂരിലും ജയിച്ചിരുന്നു. രണ്ടിടത്ത് മത്സരിച്ച് ജയിച്ചതുകൊണ്ട് പേരമ്പൂർ നിലനിർത്തുകയും ട്രിച്ചി ഈസ്റ്റ് ഒഴിയുകയുമായിരുന്നു. ആ ഒഴിവിലേക്ക് ഉടൻ തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. TVK സ്ഥാനാർത്ഥിയായി തൃശയോ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളോ എത്തുമോ എന്ന ചോദ്യമുണ്ട്. അതിനിടെയാണ് ട്രിച്ചി ഈസ്റ്റിൽ DMK സ്ഥാനാർത്ഥിയായി മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എത്തും എന്ന അഭ്യൂഹം പരക്കുന്നത്. കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്കിടെ നിയമസഭയിൽ ഉദയനിധി സ്റ്റാലിന്റെ അച്ഛൻ ഇവിടെ ഇല്ലേ എന്ന രൂപത്തിലുള്ള പരിഹാസം വിജയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനുള്ള മറുപടി കൂടിയായി അദ്ദേഹം അവിടെ മത്സരിക്കും, സ്റ്റാലിന്റെ മത്സരം ഉണ്ടാകുമെന്ന വാദമാണ് DMK പ്രവർത്തകർ ഉയർത്തുന്നത്. മാധു, അതിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. ട്രിച്ചി ഈസ്റ്റിൽ MK സ്റ്റാലിൻ മത്സരിക്കുമോ എന്നത് രാഷ്ട്രീയാകാംക്ഷ.